ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉസ്താദുമാരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകത്തെങ്ങുമുള്ള മുസ്ലിം ജനകോടികളുടെ നിത്യജീവിതത്തിൽ പ്രവാചകൻ ചെലുത്തുന്ന സ്വാധീനം ആരിലും അത്ഭുതമുളവാക്കും വിധം അത്യാഘാതവും ഏറെ വ്യാപകവുമാണ്. കാലം നിരവധി നേതാക്കളെയും വിപ്ലവകാരികളെയും പണ്ഡിതന്മാരെയും പ്രതിഭാശാലികളെയും കണ്ടിട്ടുണ്ട്. ഗാന്ധിജി, നെഹ്റു, കാൾ മാർക്സ്, എംഗൽസ്, ലെനിൻ, റസൽ, ഐൻസ്റ്റീൻ തുടങ്ങിയവർ അവരിൽ ചിലരാണ്. ഇവരെ പോലുള്ള നൂറുകണക്കിന് നേതാക്കളെയും വിശദമായി പരിചയപ്പെടുത്തുന്ന ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ലോകത്തിലെ വിവിധ ഭാഷകളിലുണ്ട്. എന്നാൽ ഇവരുടെയൊന്നും ജീവിതം സവിസ്തരം പ്രതിപാദിച്ചിട്ടില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള 23 വർഷത്തെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളും ലഭ്യമാണ്. No one regarded by any section of human praise as this perfect man has been imitated, so may not him. ഇത്ര സൂക്ഷ്മമായി ആരാണ് അനുകരിക്കപ്പെട്ടത്? ചരിത്രത്തിന്റെ സൂര്യവെളിച്ചത്തിൽ ഇത്ര കൃത്യമായ നിലകൊണ്ട ഒരാൾ മറ്റേത് രാജ്യത്ത്, മറ്റേത് സമൂഹത്തെ, മറ്റേത് ദർശനങ്ങളുടെ വിഷയത്തിൽ കാണാൻ കഴിയും? ലോകത്ത് ലക്ഷക്കണക്കിന് ആരാധകരും ഭക്തരുമുള്ള നിരവധി നേതാക്കളുണ്ട്. എന്നാൽ അവർ നടന്നതുപോലെ നടക്കണമെന്നോ, കിടന്നതുപോലെ കിടക്കണമെന്നോ, ഇരുന്നതുപോലെ ഇരിക്കണമെന്നോ, അവർ സംസാരിച്ച പോലെ സംസാരിക്കണമെന്നോ, അവർ ജീവിച്ച പോലെ ജീവിക്കണമെന്നോ നിഷ്കർമ്മ പുലർത്തുന്ന ആരെയും എവിടെയും കാണാനാവില്ല. എന്നാൽ ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. അതിന് സമാനതകളോ ഉദാഹരണങ്ങളോ ഇല്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ലോകമെങ്ങുമുള്ള കോടാനുകോടി മുസ്ലിങ്ങൾ ജീവിതത്തിലുടനീളം വളരെ കണിശതയോടെയും സൂക്ഷ്മതയോടെയും അനുധാവനം ചെയ്തത് ആ മഹത് ജീവിതത്തെയാണ്. നടത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സമീപനത്തിലും സമ്പ്രദായത്തിലും ആരാധനകളിലും ആചാരങ്ങളിലും പ്രാർത്ഥനകളിലും കീർത്തനങ്ങളിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ അവർ വെമ്പൽ കൊള്ളുന്നു. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിന്റെ സ്നേഹവും സാമീപ്യവും ലഭിക്കുക പോലും പ്രവാചക ചര്യകളെ അനുധാപനം ചെയ്ത് ജീവിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിലെ സർവ്വ മേഖലകളിലും പ്രവാചക സുന്നത്തുകളെ അനുധാപനം ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.